കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ക്രൈം സിൻഡിക്കേറ്റ് എന്ന് എ റഹീം എം പി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിപ്പിച്ചിരിക്കുന്നത് ഈ ക്രൈം സിൻഡിക്കേറ്റാണ്. കൊടുംക്രൂരമായ കേസിൽ പ്രതിയാക്കപ്പെട്ട നേതാക്കളും ഔദ്യോഗിക പത്രവും നൽകിക്കൊണ്ടിരിക്കുന്ന സംരക്ഷണം മലയാളികൾ തിരിച്ചറിയും. നിഷ്ഠൂരമായ കൃത്യം ചെയ്ത ആളെ തള്ളിപ്പറയാതെ ചേർത്ത് നിർത്തുന്ന കോൺഗ്രസ് ഈ കേസിലെ കൂട്ടുപ്രതിയാണെന്നും എ റഹീം പറഞ്ഞു. രാഹുലിന്റെ മുഴുവൻ ഗൈഡൻസും ക്രൈം സിൻഡിക്കേറ്റാണ്. മുഴുവൻ ഗൈഡൻസും ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിലാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ്. ഈ ക്രൈം സിൻഡിക്കേറ്റിന് BJPയുമായി അവിശുദ്ധ ബന്ധമുണ്ട്. അതിൻ്റെ തെളിവാണ് മുൻ ABVPയുടെ നേതാവ്. തിരുവനന്തപുരം ബാറിൽ എത്രയോ കോൺഗ്രസ് നേതാക്കളുണ്ട്, സമർത്ഥരായ അഭിഭാഷകരുണ്ട്. അവരെയെല്ലാം മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാൻ ഒരു RSS നേതാവിനെ ചുമതലപ്പെടുത്തിയത്, ഒരു RSSകാരനായ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയത്? ഇതെല്ലാം ചേർത്ത് വായിക്കണം നിങ്ങൾ. പിന്നെ പോട്ടെ, ഇതിനു മുമ്പ് ഇത് സംബന്ധിച്ച് ഉയർന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ BJP നേതൃത്വത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അതെല്ലാം രാഷ്ട്രീയമായി തന്നെ എക്സ്പോസ് ചെയ്യപ്പെടും, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിലാണെന്ന് കോൺഗ്രസ്. ഇവർ അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യും. ഇതര സംസ്ഥാനങ്ങളിലെ അവരുടെ അധികാരം പോലും, ഇതര സംസ്ഥാനങ്ങളിൽ ലഭിച്ച അധികാരം പോലും ഈ ക്രൈം സിൻഡിക്കേറ്റ് പണമുണ്ടാക്കുന്നതിനുള്ള വലിയ ഉറവിടമായി കാണുകയാണ്.